സാർ എന്താ പറഞ്ഞുകൊണ്ടിരുന്നത്? മാഡം, അത് ഇന്നലെ സീസ് ചെയ്തെല്ലാം തിരിച്ചു കൊടുത്താൽ എല്ലാവർക്കും അത് വലിയൊരു ഉപകാരമാവും. എൻ്റെ മോളോട് ഞാൻ പുതിയ വണ്ടി വാങ്ങിക്കൊടുക്കാമെന്ന് പറഞ്ഞതാ. അപ്പം അവള് പറഞ്ഞു, വേണ്ട ബാലമാമ, ഞാൻ കഷ്ടപ്പെട്ടുണ്ടാക്കിയ ആ വണ്ടി തന്നെ എനിക്ക് മതിയെന്ന്. അവളെ എങ്ങനെ സമാധാനിപ്പിക്കണമെന്ന് എനിക്കറിയില്ല മാഡം. അതുകൊണ്ടാ മാഡത്തിന് മുന്നിൽ റിക്വസ്റ്റ് ആയിട്ട് വന്നത്. മാഡം ആ വണ്ടി വിട്ടു തന്നാൽ അത് വലിയൊരു സഹായമായിരിക്കും. മാഡം, ഒരു പെൺകുട്ടിക്ക് അവൾ ഒരുപാട് ആശിച്ച് മോഹിച്ച് ജീവനായി കരുതി ഒന്ന് നഷ്ടപ്പെട്ട ജീവിതകാലം മുഴുവൻ ആ വേദന ഉള്ളിലുണ്ടാവും. ജീവിക്കുന്ന ഓരോ നിമിഷവും അതോർത്ത് മനസ്സ് നീറിക്കൊണ്ടിരിക്കും. വണ്ടിയുടെ കാര്യത്തിൽ എൻ്റെ മോക്ക് അങ്ങനെ ഉണ്ടാവാൻ പാടില്ല മാഡം. സോറി സർ. നിങ്ങൾ ഇത്രയൊക്കെ പറഞ്ഞിട്ടും ഞാൻ സോറിയിൽ ഒതുക്കിയത് എന്തുകൊണ്ടാണെന്ന് ചിന്തിക്കണ്ട. സീസി ചെയ്തത് ഞാനാണെങ്കിലും അത് കോർട്ട് വഴി മൂവ് ചെയ്യാനേ കഴിയൂ. ഇക്കാര്യത്തില് എനിക്ക് നിങ്ങളെ സഹായിക്കാൻ പറ്റില്ല. സോറി. നിങ്ങൾക്ക് പോവാം. മാഡം, ഒന്നുകൂടി. സർ, എനിക്ക് പറ്റില്ലെന്ന് പറഞ്ഞല്ലോ. മാഡം എന്ത് പറഞ്ഞു? എന്റെ ക്യാബിനിൽ നിന്ന് പുറത്തേക്ക് വരുന്നതിന് മുമ്പ് നിങ്ങളൊരു കാര്യം പറഞ്ഞില്ലേ? അതൊന്ന് എനിക്ക് വേണ്ടി റിപ്പീറ്റ് ചെയ്യാമോ? ഒരു പെൺകുട്ടിക്ക് ആശിച്ച് മോഹിച്ച് ജീവനായി കരുതിയ ഒന്ന് നഷ്ടപ്പെട്ട ജീവിതകാലം മുഴുവനും ആ വേദന ഉള്ളിലുണ്ടാവും. ജീവിക്കുന്ന ഓരോ നിമിഷവും അതോർത്ത് മനസ്സ് നീറിക്കൊണ്ടിരിക്കും. ഇതല്ലേ മാഡം? അതെ സർ. അതെനിക്ക് ഒരിക്കൽ കൂടി കേൾക്കണമെന്ന് തോന്നി. അതുകൊണ്ട് ചോദിച്ചതാ. നിങ്ങൾ പറഞ്ഞത് കറക്റ്റാ. ഒരു പെണ്ണും അവൾ ആശിച്ചത് കൈവിട്ട് പോകാൻ സമ്മതിക്കില്ല. അങ്ങനെ കൈവിട്ട് പോയാ അവൾ ഇല്ലാതാവും. ആ സ്ഥാനത്ത് മറ്റൊന്ന് വന്നാലും ജീവനായി കണ്ട് സ്നേഹിച്ചതിന് പകരമാവില്ല.